എ.കെ.എം. അഷ്റഫ്, അടിയൊഴുക്ക് ശക്തമാണ്. ഇന്നത്തെ തെരച്ചിലിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടോ അവിടെ? ഹലോ, ശ്രീ എ.കെ.എം. അഷ്റഫ്, അവിടെ തെരച്ചിലിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണോ? അതെ, ഇപ്പോ ഞാനും സതീഷ് ശൈലിയും പിന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത് ഇതിന്റെ അദ്ദേഹം ബോട്ടിൽ ഒരു ചെറിയ എന്തോ ഒരു പ്രദേശത്ത് ഒരു സ്മെല്ല് വന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി വന്നതാണ്. ഇപ്പൊ താൽക്കാലികമായി നമ്മുടെ ഇവിടുത്തെ ഈ അന്ന് ഈ ദുരന്തം നടക്കുമ്പോൾ പുഴയിൽ തടസ്സമായി നിൽക്കുന്ന മെസ്കം എന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വലിപ്പമുള്ള കുറെ അവരുടെ വയറും കാര്യങ്ങളും ആ ഡിപ്പാർട്ട്മെന്റ് വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. താൽക്കാലികമായി ഇപ്പൊ തെരച്ചിൽ നിർത്തിയിട്ടാണുള്ളത്. ഈശ്വർ മൽപ്പയുടെ പ്രവർത്തനം ഇതിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി 1-1.5 മണിക്കൂർ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വീണ്ടും ആരംഭിക്കുകയുള്ളൂ. എല്ലാ ദിവസത്തെ പോലെ ആർമിയും എല്ലാ ടീമുകളും സജീവമായി ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ആ ഒഴുക്കിന്റെ വേഗത ഇതുവരെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. ഞാനും ഇപ്പൊ സതീഷ് ശൈലും MLA-യും അടുത്തടുത്തിരുന്ന് ഞാനിവിടെ വന്നത് മുതൽ അദ്ദേഹം എന്നെക്കാളും മുമ്പ് 10-12 ദിവസമായി അദ്ദേഹം ഇവിടെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ ഇന്നേക്ക് 10 ദിവസം പൂർത്തിയായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയോടുകൂടി അർജുനന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജഗന്നാഥും ലോകേഷ് എന്നറിയുന്ന 2 ആളുകളെയും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുന്ന് ജില്ലാ ബഹുമാനായ ഫോറസ്റ്റ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലും ഇന്നലെ റിയാസ് മിനിസ്റ്റർ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലും ഒക്കെ കളക്ടറും ബന്ധപ്പെട്ട ടീമുകളും പറയുന്നത് ഈ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് അത് കുറച്ച് കുറയാതെ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈശ്വർ മൽപ്പ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് 1000-ഓളം ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയ മനുഷ്യൻ തിരിച്ചു പറഞ്ഞത് അടിയിലേക്ക് പോകുന്തോറും വല്ലാത്ത ഒഴുക്ക്. രണ്ടാമത് അവർ പറഞ്ഞ കാര്യം വലിയ നേരത്തെ തന്നെ കയ്യില് മണ്ണ് നമ്മൾ ബോധ്യപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ആ കല്ലുകൾ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇതവാലയുടെ ടീമും ലൊക്കേറ്റ് നടത്തിയ സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നുണ്ടെന്നൊരു പ്രയാസം അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും പ്രശ്നാശയം നടത്തുന്നുണ്ട് എന്നാണ് ഇന്ന് രാവിലെ ഫോറസ്റ്റ് മിനിസ്റ്റർ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. തീർച്ചയായും നിലവിലുള്ള എല്ലാവിധ കരുതലും ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പൊതുവായി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് റിസൾട്ട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു പ്ലാൻ ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് ഇത്ര ദിവസം ഇവിടെ സജീവമായി നിന്ന കേരളത്തിലെ ഒരു MLA എന്ന നിലയ്ക്ക് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇതിന് മുഖ്യമന്ത്രി തലത്തിലുള്ള ഒരു ആലോചന നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. ശ്രീ എ.കെ.എം. അഷ്റഫ്, അതായത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കേണ്ട ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു അല്ലേ? ശ്രീ എ.കെ.എം. അഷ്റഫ്, അതായത് മുഖ്യമന്ത്രി ഇതുവരെ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്, കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ രക്ഷാദൗത്യം തുടരണമെങ്കിൽ യന്ത്ര സംവിധാനങ്ങൾ കൂടിയേ തീരൂ, അല്ലാതെയുള്ള പരിശോധനകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയുള്ള ആലോചനകൾ ഈ ബോട്ട് കൊണ്ടുപോയി തെരയുന്നതിനപ്പുറം മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളെ പറ്റി ചർച്ചകൾ നടക്കേണ്ടതുണ്ടല്ലേ? യന്ത്ര സാമഗ്രികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സതീഷ് ശൈൽ MLA അദ്ദേഹം ഈ മേഖലയിലും ഗംഗാവളി തുടങ്ങിയുമായി എന്നൊരു അദ്ദേഹത്തിന് കുറെ നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം മീഡിയ എ.കെ.എം. അഷ്റഫ് MLA ആണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സംഭാഷണം ഒന്ന് തടസ്സപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താമെന്ന്